ആ എനിക്ക് തീ പിടിച്ചേ, എനിക്ക് തീ പിടിച്ചേ, എൻ്റെ ദേഹം മൊത്തം കത്തുന്നേ, എനിക്ക് തീ പിടിച്ചേ, എനിക്ക് തീ പിടിച്ചേ. ഹേയ്, എനിക്ക് തീ പിടിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. ചെക്ക് ചെയ്താലോ? ഐ ആം ടോട്ടലി ഹോട്ട്. എനിക്കിഷ്ടപ്പെട്ടു. വെയിറ്റ്, സ്റ്റോപ്പ്. അയ്യോ, പണിവാണി. ഓ മാൻ, ഇതിനെനിക്ക് കണക്കിന് കിട്ടും. കണ്ടിട്ട് ഫോറസ്റ്റിൽ തീ പിടിച്ചതുപോലെ ഉണ്ട്. നമുക്ക് വേഗം റേഞ്ചർ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഏതോ ബുദ്ധിയില്ലാത്തൊരു ക്യാമ്പർ തൊടാൻ പാടില്ലാത്ത എന്തോ ഒരു സാധനത്തിൽ തൊട്ട് കാട്ടുകൂട്ടിയ പണിയാണ് ഇതെന്ന് ഉറപ്പാണ്. ബെൻ, ഇതെടുക്കുന്നത് നല്ലതാ. സംഭവം കാണാൻ രസമുണ്ടെങ്കിലും എല്ലാം കയ്യിന്നു പോയ അവസ്ഥയാ. ലുക്ക്, എന്നെ കാണാൻ വീടായിട്ടാണ് ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ പേടിക്കാൻ എന്തിരിക്കുന്നു? നീ എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ നിനക്ക് വാണിംഗ് തന്നതാ. Don't even think about it, freak. ബെൻ, ഇത് നീയാണോ? എന്താ പറ്റിയത്? അതായത് ഞാൻ നടന്നു വരുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഉൽക്ക പാഞ്ഞു വന്നത്. അതിനെ ഏതാണ്ട് ചർച്ച കളയേണ്ടതായിരുന്നു. പക്ഷെ അത് ശരിക്കും ഒരു ഉൽക്കയായിരുന്നില്ല. പിന്നെ അത് മാറ്റാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ദേഹത്ത് തീ പിടിച്ചത്. പക്ഷെ ട്വിസ്റ്റ് എന്തെന്നാൽ എനിക്ക് ഒട്ടും വേദനിച്ചില്ല. അപ്പോഴാണ് ഞാൻ അറിയാതെ ഈ കാട്ടു തീ ഉണ്ടാക്കി പോയത്. ഗ്വിൻ, അറിയോൾ, ഇതെന്തു പണ്ടാരാ? ഗ്രാൻഡ്പാ, ഇത് ആരാ നോക്ക്. ഗ്രാൻഡ്പാ, ഞാനാ ബെൻ. ബെൻ, നിനക്കെന്താ പറ്റിയത്? അത് ഞാൻ നടക്കുമ്പോ പെട്ടെന്ന് ഉൽക്ക. എക്സ്ക്യൂസ് മീ, ഇവിടെ കൺട്രോൾ ഇല്ലാതെ കാട്ടുതേ പടരുന്നത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങനെ എന്താ ചെയ്യാ? ബാക്ക് ഫയർ, അതായത് പുതിയൊരു ഫയർ കൂടി ഉണ്ടാക്കുക. ആ ഫയർ ഓൾഡ് ഫയറിലേക്ക് പടരാൻ അനുവദിക്കുക. അപ്പോൾ അവ രണ്ടും കൂട്ടിമുട്ടി തനിയെ അണഞ്ഞു പോകും. നിനക്കത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ പെൻ? തീ പറപ്പിക്കാനല്ലേ? ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡു. എന്താ അതവിടെ ഇല്ലെന്നോ? ഈ ബാറ്റില് എന്റെ ജീവൻ വരെ പോവാനായതാണ്. എന്നിട്ട് നീ പറയുകയാണോ ആ ഒമിനിട്രിക്സ് ആ കപ്പലില്ലെന്ന്? സെൻസറിൽ കാണിക്കുന്നത് കപ്പലിലേക്ക് നമ്മൾ കടക്കുന്നതിന് തൊട്ടു മുൻപ് അതിൽ നിന്ന് ഒരു പേടകം പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടെന്നാണ്. അത് താഴെയുള്ള ആഗ്രഹത്തിൽ വീണിട്ടുണ്ടാവും. ഗോ ബ്രിങ് ടു മീ